മലയാള സിനിമാ മേഖലയിൽ നിന്നും വീണ്ടും ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് പുറത്തുവരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 5:40 അന്ത്യം സംഭവിച്ചത്. വൃക്ക ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയെ തുടർന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം ഒട്ടും വൈകാതെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. 2013 പുറത്തിറങ്ങിയ കൗബോയ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടെയായിരുന്നു ഇദ്ദേഹം. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി സുനിൽ കുമാർ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് നടൻ ദിലീപിന്റെ കൈവശമുണ്ടായിരുന്നുവെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. ദിലീപും ഒന്നാം പ്രതി പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നും വെളിപ്പെടുത്തലുകൾ ഇദ്ദേഹം നടത്തിയിരുന്നു. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വകവരുത്താൻ വേണ്ടിയിട്ട് ദിലീപ് ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് എന്നും ബാലചന്ദ്രകുമാർ ആരെയും ഭയപ്പെടാതെ തുറന്ന് സംസാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ഇദ്ദേഹം കൂടുതലും ശ്രദ്ധ നേടിയത്. ഒരുപാട് സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം സംവിധാനം ചെയ്ത ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ദിലീപിന്റെ ആരാധകർക്കും പ്രേക്ഷകർക്കും പറയാനുള്ള പേര് അത് മറ്റാരുടേതുമല്ല, പി ബാലചന്ദ്രകുമാറിന്റെ തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ചില തുറന്നു പറച്ചിലുകളും വെളിപ്പെടുത്തലുകളും തെളിവുകളും ഒക്കെയാണ് കേസിൽ പുതിയ ചില വഴിത്തിരിവുകൾക്ക് കാരണമായത്. അങ്ങനെയൊക്കെ തന്നെയും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരുപാട് തെളിവുകളും വെളിപ്പെടുത്തലുകളും നടത്തിയ ഇദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത്. വൃക്ക ഹൃദയം സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ തന്നെയാണ് മരണപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെ 5:40 ഇദ്ദേഹം മരണപ്പെട്ടത്. 2 ദിവസം മുൻപായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള അവസാനത്തെ വാദം തുടങ്ങിയത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഈ സംവിധായകൻ നടിക്കൊപ്പമായിരുന്നു നിന്നിരുന്നത്. ദിലീപിനെതിരെ ഒരുപാട് നിർണായക തെളിവുകളും വെളിപ്പെടുത്തലുകളും ഇദ്ദേഹം നടത്തിയിരുന്നു. ദിലീപാണ് ഒന്നാം പ്രതി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തന്നെയായിരുന്നു ആദ്യം മുന്നോട്ട് വന്നത്. എന്നാൽ ഇപ്പോഴിതാ ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. ഒരുപാട് നല്ല പ്രവൃത്തികൾ ജീവിച്ചിരിക്കവെ തന്നെ ചെയ്ത ഇദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത്. നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്.